തിരികെ വരുമ്പോൾ വീണ്ടും കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ലോക്ഭവനിൽ പട്ടിക കൈമാറാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പട്ടിക കൈമാറി, ഗവർണർക്ക് പട്ടിക കൈമാറി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്ത് തന്നെയായാലും ഈ ഒരു ഘട്ടത്തിൽ വിനീഷ് കൂടി ചേർന്നുണ്ട് നമുക്ക് ഒപ്പം വിവരങ്ങൾ പങ്കുവെക്കാൻ. വിനീഷ്, നേരത്തെ പറഞ്ഞു നിർത്തിയത് തന്നെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ലീഗിന്റെ ആ ഒരു ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നു. ലീഗിന് സുപ്രധാനമായ പദവികളെല്ലാം, ആ ഒരു വകുപ്പുകളെല്ലാം ലഭിക്കുന്നു. പക്ഷേ മറ്റുള്ള ഘടകകക്ഷികളെല്ലാം അതൃപ്തിയിൽ പുകയുമ്പോഴും ലീഗിന്റെ എല്ലാ താല്പര്യങ്ങൾക്കും വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ എല്ലാ ആവശ്യങ്ങളും ആ ഒരു അംഗീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക. എന്തായാലും തന്നെ ഇപ്പോൾ കാണുന്ന ആ തത്സമയ ദൃശ്യം എന്ന് പറയുന്നത് ലോക്ഭവനിൽ നിന്നും വി.ഡി. സതീശന്റെ വാഹനവ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കന്റോൺമെന്റ് ഹൗസിൽ ഒരു വാർത്താ സമ്മേളനം വി.ഡി. സതീശൻ നയിക്കും. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീഷ് ചേർന്ന വിവരങ്ങളുമായി. വിനീഷ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ലീഗിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുന്നു. അതോടൊപ്പം ലത്തീൻ സഭയടക്കം ഇടഞ്ഞു നിൽക്കുമ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോഴും ഘടകകക്ഷികൾക്ക് ഒരു അതൃപ്തി ഉണ്ടാകുമ്പോഴും എന്നാലും ലീഗിന്റെ അടക്കമുള്ള എല്ലാ 5 വകുപ്പുകൾ ആ ഒരു മന്ത്രിമാർ എല്ലാം തന്നെ വരുന്നു എന്നത് ഒരു ആശങ്കയാണ്. വിവരങ്ങൾ വിനീഷ്. ലോക്ഭവനിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പട്ടിക കൈമാറാനായി ലോക്ഭവനിൽ എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ. ഈ വിനീഷ് ചേർന്ന വിവരങ്ങളുമായി. വിനീഷ്, അല്പസമയത്തിനകം കന്റോൺമെന്റ് ഹൗസിൽ ഒരു വാർത്താ സമ്മേളനം നടക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു പട്ടിക, അന്തിമമായ പട്ടിക വി.ഡി. സതീശൻ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ലോക്ഭവനിലെത്തിയ ആ പട്ടിക തയ്യാറാക്കി ഗവർണർക്ക് കൈമാറിയതിന് ശേഷം ഇപ്പോൾ വി.ഡി. സതീശൻ ലോക്ഭവനിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്. നേരെ കണ്ടോൺമെന്റിലേക്കാണ് എത്തുക. അവിടെ വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം സംസാരിക്കും. അതിനുശേഷമായിരിക്കും ഈ പട്ടിക പുറത്തുവിടുക. ഈ പട്ടിക പുറത്തുവിടുന്ന സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയം പ്രത്യേകിച്ച് പല ആവശ്യങ്ങളും ഘടകകക്ഷികൾ മുന്നോട്ട് വച്ചു. അതൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പരിഗണിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ, അത് സംബന്ധിച്ചായിരിക്കും മറ്റു ഘടകകക്ഷികളുടെ ഒരു പ്രതികരണം ഉണ്ടാവുക. എന്തായിരുന്നാലും ചില തരത്തിലെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഈ പട്ടികയ്ക്ക് ശേഷം, പട്ടിക ഗവർണർക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെ വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിലെത്തും. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. ജോസഫ് വിഭാഗത്തെ നേരത്തെ തന്നെ അദ്ദേഹം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ചീഫ് പദവി ക്യാബിനറ്റ് റാങ്കോട് കൂടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ 2 മന്ത്രി എന്ന ആവശ്യം ജോസഫ് വിഭാഗത്തിൻ്റെ മുന്നിൽ അനുനയ ശ്രമമായി ഇത്തരത്തിലുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെച്ച് അതിനെ തണുപ്പിക്കാൻ വി.ഡി. സതീശന് സാധിച്ചു എന്ന് തന്നെയാണ്. അത് വി.ഡി. സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ നടന്നത്. ആ ചർച്ചകൾക്ക് പിന്നാലെയാണ് വീണ്ടും വി.ഡി. സതീശൻ ഗവർണറെ കാണാൻ ലോക്ഭവനിലേക്ക് പോയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഷിബു ബേബി ജോൺ വിഭാഗവും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാര്യം, പ്രത്യേകിച്ച് ജലവിഭവ വകുപ്പ് തങ്ങളുടെ പക്കൽ നിന്ന് എടുത്തു മാറ്റുന്നത് നേരത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടുമായി ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും സിദ്ദിഖ്, OJ ജനീഷ് അടക്കമുള്ളവർ നിലവിൽ പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. OJ ജനീഷ് നേരത്തെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറാക്കിയ മന്ത്രിസഭയുടെ മന്ത്രിമാരിൽ തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിലോ അല്ലെങ്കിൽ കരട് പട്ടികയിലോ പോലും OJ ജനീഷിൻ്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കാണ് OJ ജനീഷ് എത്തിച്ചേരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ
ഈ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആര്, ലീഗിൻ്റെ മന്ത്രിമാർ ആര്, ഘടകകക്ഷികളുടെ മന്ത്രിമാർ ആര് എന്നെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരും. അത് വി.ഡി. സതീശൻ തന്നെ ആ പട്ടിക പുറത്തുവിടും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. യെസ്, വ്യക്തമാണ് വിനീഷ്. ഇപ്പോൾ എന്തായാലും വി.ഡി. സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിന് തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഒരു വിനീഷ്, ഈ ഒരു മുഖ്യമന്ത്രി തർക്കം രൂക്ഷമായപ്പോൾ ഉണ്ടായ ഒരു ഫ്ലെക്സി യുദ്ധമുണ്ട്. വി.ഡി. സതീശനായും കെ.സി. വേണുഗോപാലായും രമേശ് ചെന്നിത്തലയ്ക്കുമായിക്കുമൊക്കെ ഒരു ഫ്ലെക്സി യുദ്ധം. ഇപ്പോൾ ഇതാ മന്ത്രിമാർ ആരൊക്കെ എന്ന തരത്തിലുള്ള ഒരു പട്ടിക പുറത്തു വരുമ്പോൾ ഒരു രണ്ടാം ഫ്ലെക്സി യുദ്ധത്തിന് സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള അവർ തമ്മിൽ ഒരു രണ്ടാം ഫ്ലെക്സി യുദ്ധം അല്ലെങ്കിൽ ഒഴിവാക്കിയതിന്റെ അതൃപ്തി അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മന്ത്രി ഒരു പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള മന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, ഐ.സി. ബാലകൃഷ്ണൻ, കെ. തുളസി ഇവർ തമ്മിൽ ടേൺ വ്യവസ്ഥയിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി, ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, കെ.എം. ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ്. ഇങ്ങനെയാണ് മന്ത്രിമാരുടെ ഒരു പട്ടിക നിലവിലുള്ളത്. ഘടകകക്ഷികളുടെയും കോൺഗ്രസിലെയും മന്ത്രിമാർ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന പട്ടിക. ഈ പട്ടികയായിരിക്കും അല്പസമയത്തിനകം ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിവരങ്ങളടക്കം അല്പസമയത്തിനകം തന്നെ നിലവിലെ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഇപ്പോൾ വി.ഡി. സതീശൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഒരിക്കൽ കൂടി ആ പേരുകൾ, ആ മന്ത്രിപദത്തിലേക്ക് എത്തുന്നവരുടെ പേരുകൾ, അത് നിലവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എത്തുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരം, ഒപ്പം തന്നെ വിജിലൻസ് എന്നീ ചുമതലക്കാർ. സണ്ണി ജോസഫ്, കെ മുരളീധരൻ ആരോഗ്യം, ബിന്ദു കൃഷ്ണ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, ഐ.സി. ബാലകൃഷ്ണൻ, കെ.എ. തുളസി, കുഞ്ഞാലിക്കുട്ടി, ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, കെ.എം. ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ്. ഇങ്ങനെയാണ് മന്ത്രിമാരുടെ പട്ടിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരും. നേരത്തെ തന്നെ ഷിബു ബേബി ജോൺ വ്യക്തമാക്കിയത് ജലവിഭവ വകുപ്പ് തങ്ങളിൽ നിന്ന് മാറ്റുന്നത് നേരത്തെ അറിയിച്ചിരുന്നില്ല. ഉഭയകക്ഷി ചർച്ചയിൽ പോലും അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും നടക്കാത്ത കാര്യമാണ്. അത് അത്തരത്തിൽ ഇപ്പോൾ തങ്ങൾക്ക് ഗതാഗതത്തിലേക്ക് മാറ്റുന്നു എന്ന് സംബന്ധിച്ചുള്ള ആ ജലവിഭവ വകുപ്പ് മാറ്റുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അത് അതൃപ്തി ഉണ്ടാക്കുന്നതാണ്. അതിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നുണ്ട്.